തുറന്നു കിടന്ന ഈശോയുടെ കല്ലറയിൽ നിന്ന് സ്ത്രീകൾ അവൻ ഉയർത്തെഴുന്നേറ്റ വാർത്ത കേട്ടു. അവരത് ശിഷ്യരെ അറിയിച്ചു. പിന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. പന്തക്കുസ്ത വരെ യഹൂദർക്കിടയിൽ ആദിമസഭ വളർന്നു. പൗലോസിന്റെ മാനസാന്തരത്തോടെ വിജാതീയരിലേക്ക്. റോമൻ മർദ്ദനകാലത്ത് രഹസ്യസഭ, മിലാൻ വിളംബരത്തോടെ ഔദ്യോഗിക മതം. രക്തസാക്ഷികൾ, വിശുദ്ധർ, ശീസ്മകൾ, സെനഡുകൾ, ലൂതറിൻ്റെയും കാൽവിൻ്റെയും തിരുത്തുകൾ, മോണസ്ട്രിയിൽ നിന്നുള്ള എഴുത്തുകൾ, മിഷണറി യാത്രകൾ, പള്ളിക്കുടങ്ങൾ, ആതുരാലയങ്ങൾ. ഒഴിഞ്ഞ കല്ലറയിൽ നിന്നുള്ള പ്രകാശം അങ്ങനെ ഇന്ന് ലോകം മുഴുവനെത്തി. അവൻ ഉയർത്തില്ലായിരുന്നെങ്കിലോ? മുദ്രവച്ചടച്ച കല്ലറ കണ്ട് മറിയം മടങ്ങിയനെ. ഒളിച്ചിരുന്ന ശിഷ്യർ മെല്ലെ ചിതറിയനെ. റോം കുരിശേറ്റി 5000-ൽ ചിലർ പിഞ്ചെന്നൊരു റബ്ബിയായി ഈശോ മറക്കപ്പെടും. പൗലോസ് ഫരിസേയനായി തുടരും. ഗാന്ധിയെയും അബ്രഹാം ലിങ്കനെയും മണ്ടേലയും ഒക്കെ പ്രചോദിപ്പിച്ച സുവിശേഷം രചിക്കപ്പെടില്ല. ശത്രുവിനെ സ്നേഹിക്കാനും എല്ലാവരുടെയും ദാസനാകാനും 70 തവണ പൊറുക്കാനും ചെറിയവനൊരുവന് ചെയ്തത് ദൈവത്തിന് തന്നെയാണെന്നുമൊക്കെ പിന്നെ ആരെങ്കിലും ഇങ്ങനെ പഠിപ്പിക്കാൻ വഴിയില്ല. മരണം അന്ത്യമായും, കുരിശ് കഴുമരമായും, സഹനം തോൽവിയായും, അയൽക്കാരൻ അന്യനായും, പാപിനി ഭ്രഷ്ടയായും ഒക്കെ തുടർന്നേനെ. ആക്ഷേപം തന്നെ ഹിംസയാണെന്നും നോട്ടത്തിൽ പോലും അശുദ്ധിയരുതെന്നും അങ്ങനെ എത്രമാത്രം വെളിച്ചമാണ് അന്ന് ആ കല്ലറയിൽ നിന്ന് ഒഴുകി തുടങ്ങിയത്. ഈസ്റ്റർ എന്ന വാക്ക് വന്നത് വസന്തമാസം എന്ന അർത്ഥമുള്ള ഒരു പഴയ ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ്. അന്ന് ആ കല്ലറ അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു വസന്തം ഇല്ലാതായി പോയനെ. സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു.